എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൈലപ്പേടൻ്റെ വാർഡ്, ചാലക്കുടി നഗരസഭയുടെ മുൻ ചെയർമാനായിട്ടുള്ള പൈലപ്പേടൻ്റെ വാർഡിൽ ഗുരുമന്ദിരം ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ഈ ചാലക്കുടി നഗരസഭയുടെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഹൈമാക്സ് ലൈറ്റുകൾ ഒരുപാട് തെളിയുന്നുണ്ട്. ഇത് ചാലക്കുടിയുടെ MLA ആരാധ്യനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് റോഡിനും ഈ പറയുന്ന ഹൈമാക്സ് ലൈറ്റിനും വേണ്ടിയിട്ട് ഏകദേശം 7 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഹൈമാക്സ് ലൈറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ അതൊക്കെ തന്നെ ഒരു സ്വപ്നമായിട്ട് തന്നെ വിശേഷിച്ചിട്ടുണ്ട്. പക്ഷേ MLA പ്രത്യേകം താല്പര്യമെടുത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും അത് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പ്രകാശപൂരിതമാക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പൈലപ്പേടൻ്റെ വാർഡിൽ ഹൈമാക്സ് ലൈറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. MLA സ്ഥലത്തിൽ അദ്ദേഹം വിദേശത്താണ്. അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ ചെയർമാനായ ഷിബു ആലപ്പൻ അവറുകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലപ്പേടനെ പറ്റി നമുക്കറിയാം. പൈലപ്പേടൻ്റെ ജനകീയത എന്താണെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കും. കാരണം ഒരു ഹൈമാക്സ് ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വന്നെത്തിയിരിക്കുന്ന ആളുകളെ, ഈ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരു ജനപ്രതിനിധിയുടെ ജനകീയത എന്താണെന്ന്. എന്തായിരുന്നാലും ഇവിടെ ഈ ഹൈമാക്സ് ലൈറ്റ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പ്രകാശപൂരിതമാക്കുമെന്നുള്ളത് സംശയമില്ല. 7 കോടിയിലധികം രൂപയാണ് MLA സനീഷ് കുമാർ ജോസഫ് റോഡിനും അതുപോലെ തന്നെ ഹൈമാക്സ് ലൈറ്റിനും വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. നാട് പ്രകാശപൂരിതമാകട്ടെ. എന്തായാലും ഇതുവരെ ചാലക്കുടി നഗരസഭാ അതിർത്തിയിൽ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 40ഓളം സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള മിനിമാസ്റ്റ് ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചത്. എന്തായാലും അതിൽ ഇതുവരെ നടന്ന ഉദ്ഘാടനങ്ങൾ ഏകദേശം അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലെത്തി. ഇതുവരെ നടന്ന ഉദ്ഘാടനങ്ങളിൽ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിട്ടാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുക. എന്തായാലും വലിയ ആകാംക്ഷയോടുകൂടി എന്തായാലും കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്ന ഒരു ഉദ്ഘാടനമാണ് നമ്മുടെ മിനിമാസ്റ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം. പൈലപ്പേടൻ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട MLAക്ക് ഇന്ന് അവിചാരിതമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും വൈകണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. MLAയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പക്ഷേ ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിനിമാസ്റ്റൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ NHലും അതുപോലെപ്പെട്ട പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെയാണ് നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഏത് പ്രദേശത്തേക്ക് ചെന്നാലും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ജംഗ്ഷനുകളിലൊക്കെ ഇതുപോലെയുള്ള മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട MLAയിൽ നിന്നുണ്ടായി. MLA ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ 4 വർഷത്തോളം എന്നുള്ള ഒരു കാലാവധിയിൽ നമുക്ക് വിവിധ പൈലപ്പേടൻ പറഞ്ഞു, ഈ ഇവിടുത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 795 ലക്ഷം രൂപയാണ് ഈ 4 വർഷത്തിനിടെ ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റിയിലെ മാത്രം റോഡ് വർക്കുകൾക്കും ഈ ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് നമുക്ക് അനുവദിച്ചു തന്നെ. 795 ലക്ഷം, 7,95,00,000 രൂപ. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആൾക്ക് പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് വർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ആളുടെ ഫണ്ടിൽ നിന്ന് മാത്രം തന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ സർക്കാർ ഫണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ആ കാര്യം എടുത്തു പറയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇങ്ങനെ ഒരു വെളിച്ചം നമുക്ക് നൽകിയതിന് ബഹുമാനപ്പെട്ട MLAയോട് എല്ലാവരുടെ പേരിലുള്ള ഒരു കടപ്പാട്, നന്ദി നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്. ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MLA, നമ്മൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മറ്റൊന്നല്ല, ഈ റോഡ് ഇവിടുന്ന് ഗവൺമെൻറ് റോഡ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA നമുക്ക് 20 ലക്ഷം രൂപ തന്നു. അതുപോലെ ഈ ഇവിടുന്ന് അങ്ങോട്ട് അമ്പലം വരെ ചെയ്യാൻ വേണ്ടി 30 ലക്ഷം രൂപ തന്നു. വീണ്ടും നമ്മുടെ നോവൽറ്റി റോഡ് ചെയ്യാൻ വേണ്ടി 20 ലക്ഷം തന്നു. ഇനി ഒരു 20 കൂടി ഇപ്പോൾ പുതിയതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള കൗൺസിലർമാർ പിണങ്ങാ ഒരു 20 കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിന് വേണ്ടിയും ഈ പ്രദേശത്തിന് വേണ്ടി, ഈ വാർഡിന് മാത്രമല്ല, ഇതേപോലെയൊക്കെ ഇത്ര അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് സൂസമ്മ ആന്റണിയുടെ വാർഡിലേക്ക് കിട്ടി. ബഹുമാനപ്പെട്ട ലില്ലി ഓസിൻ്റെ വാർഡിൽ പ്രതിഷ്ഠിച്ച ഒരു ഹൈമാക്സ് ജോയി ചാമ്പളപ്പിന് കിട്ടി. അവിടെ ആ ഭാഗത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ വാർഡിൽ മോസ്കോയിൽ വെച്ച ഒരു ഹൈമാക്സ്. അങ്ങനെ ഈ നഗരം മുഴുവനും പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ MLA വളരെ അധികം കാര്യങ്ങളാണ് ചെയ്യണത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ചാലക്കുടിയുടെ സമസ്ത മേഖലകളിലും. അതുകൊണ്ട് MLA ഒരു ഇതുമായി വിദേശത്ത് ഒരു കാര്യമായി പോയേക്കാണ്. അതുകൊണ്ടാണ് MLA ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ MLA പറഞ്ഞു, ഈ ഈസ്റ്ററും ഈ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൈലപ്പൻ ചേട്ടാ ഒരു കാരണവശാലും എന്നെ കാത്തിട്ട് ഇത് വൈകിക്കേണ്ട. കണക്ഷൻ കിട്ടിയ അന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഇന്ന് 2 മണിക്കാണ് നമുക്ക് കണക്ഷൻ കിട്ടിയത്. വാർഡിലേക്ക് എല്ലാ വാർഡ് കൗൺസിലർമാർക്കും ഒരു മാതൃകയാണ് പൈലപ്പേടൻ എങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. അത്രയ്ക്കധികം ഈ 7ാം വാർഡ് നോർത്ത് ചാലക്കുടിയിലേക്കും വികസനം കൊണ്ടുവരുന്നതിന് പൈലപ്പേടൻ അത്രയ്ക്കധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നോർത്ത് ചാലക്കുടിയുടെ ഒരു വസന്തകാലമായി മാറിയിരിക്കുകയാണ് ഈ വർഷങ്ങൾ. തീർച്ചയായിട്ടും നന്നാവട്ടെ, എല്ലാവിധ ആശംസ. ഇവിടെയും അത്തരത്തിലുള്ള വികസനം സാധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് നിരവധി ഹൈമാക്സ് ലൈറ്റുകളാണ് ഈ പ്രദേശത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും.